ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. സോ യെസ്, കുറേ ദിവസമായാലേ നമ്മൾ കണ്ടിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കുറച്ച് വയ്യായ്ക വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് കോൾഡ് വന്നിട്ട് എനിക്ക് ഈ ചെറിയ ശ്വാസമുട്ടലൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ചെറിയ ശ്വാസമുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഞാൻ റെസ്റ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം ജോബിലും കുറച്ച് വർക്ക് പ്രഷറും കൂടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൂടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി. സോ അതാണ് യെസ്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10 days ആയി കാണുന്നുണ്ട്, 10 to 11 days എന്ന് തോന്നുന്നു. അടുത്ത ഒരു പുതിയൊരു നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. യെസ്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റൈസ് ക്രീമിനെ കുറിച്ചിട്ടാണ്. ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ആൻഡ് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നമുക്കിത് വീഡിയോൻ്റെ അടുത്ത് പോകാം. റൈസ് ക്രീമിനെ കുറിച്ച് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഈ റൈസ് ക്രീം ആക്ച്വലി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ജാപ്പനീസ് ആൻഡ് കൊറിയൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്കിൻ ടെക്സ്ചർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ലൈക്ക് നല്ലൊരു ഫ്ലോലെസ് ആയിരിക്കും അല്ലേ. ഫ്ലോലെസ്സും അവരുടെ സ്കിൻ കോംപ്ലക്ഷൻ, സ്കിൻ എല്ലാം ഭയങ്കര ഈവൻ ടോൺ ആയിരിക്കും അല്ലേ. നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും അല്ലേ. നമുക്കതുപോലെ തന്നെ ഒരു സ്കിൻ ഉണ്ടായാലോ എന്നല്ല ആലോചിച്ച് പോകും. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഈ റൈസ് കണ്ടൻറ്റ് ഉണ്ടാകും. അതിപ്പോൾ ഏത് തരത്തിലാണെങ്കിലും ആവാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മേക്കപ്പ് പ്രൊഡക്ട്സിലാണെന്നുണ്ടെങ്കിൽ മിക്ക മേക്കപ്പ് പ്രൊഡക്റ്റിൽ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അലോവേര ജെൽ കണ്ടൻറ്റ് ഉണ്ടാകും, അതിൻ്റെ ഒപ്പം തന്നെ വിറ്റാമിൻ ഇ ഉണ്ടാകും. സോ അതേപോലെ തന്നെയാണ് അവരുടെ മേക്കപ്പ് പ്രൊഡക്ട്സിൽ ഈ റൈസിൻ്റെ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്കവരുടെയും ഈ സ്കിൻ ടെക്സ്ചർ തന്നെ ലൈക്ക് ഫ്ലോലെസ് ആയിട്ടിരിക്കാനുള്ള മെയിൻ റീസൺ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ ഹെയർ എടുത്ത് നോക്കിയാലും ഭയങ്കര ലെങ്തി ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ പോലെ ആയിരിക്കും അവരുടെ അല്ലേ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരതും റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും, ഏതെങ്കിലും രീതിയിൽ അവർ ഹെയറിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിത് ലെങ്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതുമാത്രമല്ല, അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് മൊത്തം 10 സ്റ്റെപ്പുണ്ട്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതോ മൊത്തം 3 steps ആണ്: ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് അല്ലേ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ആ 10 മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും അവർ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാജിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ആ മസാജിങ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ആ മസാജിങ്ങിൽ അവർ യൂസ് ചെയ്യുന്ന ക്രീമാണ് റൈസ് ക്രീം. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആൻഡ് അത് മാത്രമല്ല, ലൈക്ക് ഇപ്പോൾ അവരുടെ പോലത്തെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവർക്ക് അവരുടെ നാടുകളിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസും കൂടി വെച്ചിട്ടാണ് അവർ ആ ക്രീം ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സ്കിൻ കെയർ എല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു റൈസ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അതും മാത്രമല്ല, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് എന്ന് വേണം തന്നെ പറയാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് ഇനി കാണാം. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് ബൗൾ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പേഴ്സണിന് 2 ടീസ്പൂണിന് റൈസ് എടുത്താൽ മതി. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോർമലി റൈസ് വാഷ് ചെയ്യുന്ന പോലെ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 3 to 4 hours സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പം നോക്കിയാൽ റൈസ് നല്ലോണം സോക്കായിട്ടുണ്ട്. ഇതേപോലെ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം. നമ്മൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം റൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് മിക്സി ബൗളിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ഈ റൈസ് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാനാണ് പോകുന്നത്. ബ്ലെൻഡ് ആകുന്നതിനിടക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണാൻ തന്നെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. അടുത്തത് ഇനി ഫിൽറ്റർ ചെയ്തെടുക്കണം. എന്തിനാണ് ഫിൽറ്റർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസിൻ്റെ ചില പാർട്ടിക്കിൾസ് നല്ലോണം ബ്ലെൻഡ് ആകാണ്ടിരിക്കുന്നുണ്ടാവും. സോ അത് വെച്ച് നമ്മൾ ആ പോർഷൻസ് കിട്ടാനാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത്. പിന്നെ മിക്സിയിൽ നിന്ന് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് ഫിൽറ്റർ ചെയ്യാൻ എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. ഒരു വാട്ടറിയും ഒരു തിക്കായിട്ടും അല്ലാതെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. ഇനി ഒരു വെസലെടുത്തിട്ട് ഈ ക്രീം ഒഴിച്ച് നല്ല ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 minutes മിക്സ് ചെയ്ത് കഴിയുമ്പോൾ 1/2 കപ്പ് മിൽക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം.
നിങ്ങളിപ്പോൾ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇത് കഴിഞ്ഞ് നമ്മളൊരു 5 മിനിറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ക്രീം റെഡിയാക്കും. ഇതേപോലെ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുന്നത്. ഇനി എന്നിട്ട് നമ്മളൊരു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിൽ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് 1/2 സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യുക. പിന്നെ ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് ക്രീം റെഡി. സോ ഗൈസ്, നിങ്ങളപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് വന്നതല്ലേ. സോ അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി ഇതേപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതേപോലെ ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല രീതിക്ക് ബ്ലെൻഡ് ആകാൻ ചാൻസസ് ഉണ്ട്. നല്ല രീതിക്ക് അത് ബ്ലെൻഡ് ആകും. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വിറ്റാമിൻ ബിയും ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര യങ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ആക്കും. ആൻഡ് അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ റൈസ് ക്രീം വെച്ചിട്ട് നമ്മളിത് മസാജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ശരിക്കും നമ്മുടെ സ്കിന്നിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്ത് പുതിയ സെൽസ് ക്രിയേറ്റ് ചെയ്യും. പുതിയ സെൽസ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിൻ ടോണിനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കും. സോ അതുകൊണ്ട് മസാജിങ് എപ്പോഴും ഇതെന്നല്ല, ഏതൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളൊരു മസാജിങ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഒരു നല്ലൊരു ഗ്ലോ കിട്ടും, ഒരു ബ്രൈറ്റ്നസ് തന്നെ കിട്ടും. സോ അത് നിങ്ങൾ മാക്സിമം ഇനി ഏതൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും മസാജിങ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്കിത് 1 വീക്ക് വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രീം നമ്മളെടുത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇനി നമ്മളിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് കാണാം. സോ ഗൈസ്, അപ്പം ഞാനിത് കയ്യിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് നോർമലി ഞാൻ ചെയ്യാറുള്ളത്. ഇത് നമ്മൾ എല്ലാ സ്ഥലത്തും ജസ്റ്റ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് നിങ്ങളുടെ ഫേസിൽ എല്ലാ സ്ഥലത്തും നല്ല രീതിക്ക് നിങ്ങളിത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് വെറുതെ സ്ക്രബ് ചെയ്യാൻ മാത്രമല്ലാതെ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളിത് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ മസാജിങ് നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യുക. ഈ കൊറിയൻസും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. മസാജിങ് ആണ് അവരുടെ ഒരു സീക്രട്ട് എന്ന് വേണം പറയാനായിട്ട്. കാര്യം മസാജ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. അത് മാത്രം അപ്പോൾ നമ്മൾ ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുമ്പോൾ പുതിയ സെൽസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ല ഒരു സ്കിൻ കോംപ്ലക്ഷനും എല്ലാം ഈവൻ ടോണായിട്ട് വരുമ്പോൾ ലൈക്ക് ഒരു ഗ്ലോ, ഒരു പുതിയൊരു ലുക്ക് തന്നെ കിട്ടുമെന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ ഇ ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലവർക്ക് ഈ വിറ്റാമിൻ ഇ ചേരത്തില്ല. സോ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്താൽ തന്നെ അതിനും ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എനിക്ക് വിറ്റാമിൻ ഇ നല്ലതായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിറ്റാമിൻ ഇ യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, ചിലവർക്ക് അലോവേര ജെല്ലും പിടിക്കത്തില്ല. സോ അങ്ങനെയുള്ളവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര ജെല്ലിൻ്റെ പകരം ഫ്ലാക്സ് സീഡ്സ് ഇടില്ലേ, അത് നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ബോയിൽ ചെയ്യുമ്പോൾ ഒരുമിച്ച് ബോയിൽ ചെയ്യുക. റൈസും ഫ്ലാക്സ് സീഡും ഒരുമിച്ച് നിങ്ങൾ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ എങ്കിൽ വിറ്റാമിൻ ഇ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ എങ്കിൽ ആൽമണ്ട് ഓയിൽ, അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ താല്പര്യം തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് എനിക്ക് അലോവേര ജെല്ലാണെങ്കിലും ശരി ആൻഡ് വിറ്റാമിൻ ഇ ആണെങ്കിലും ശരി എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അലോവേര ജെല്ല് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വീട്ടിൽ നിന്ന് നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെ തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷോപ്പിൽ നിന്ന് മേടിച്ച ജെല്ലാണ്. അപ്പം അതും നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. നാച്ചുറലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലത്. നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സോ ഞാൻ നല്ല രീതിക്ക് മസാജ് ചെയ്തു. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഈ തൈരൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ ഒരു വലിയുന്ന ടൈപ്പ് നമുക്കൊരു ഫീൽ വരത്തില്ലേ,
അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയുന്ന ആ ഒരു ഫീലിംഗ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ആൻഡ് ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും. സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ രാത്രി കിടന്നിട്ട് രാവിലെ എണീറ്റ് നിങ്ങൾ ശരിക്കും വാഷ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. സീരിയസ്ലി പറയാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് വന്ന് കാണിക്കാം. സോ ഗൈസ് കണ്ടോ, ഇതാണ് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉള്ള റിസൾട്ട്. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് പാക്കാട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് എത്ര ദിവസം നിങ്ങളിത് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കിൻ ടൈപ്പ് എന്ന് വേണം പറയാനായിട്ട്. ചിലവർക്ക് ചിലപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ചിലവരുടെ സ്കിൻ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിഫറൻസ് സ്കിന്നിൽ കണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് പോകും. ഞാനിത് ചെയ്യാറുള്ളതാണ്. പക്ഷേ എനിക്ക് മെയിനായിട്ട് എന്താണെന്നറിയോ, ഇത് ഉണ്ടാക്കണമല്ലോ. കാര്യം ഇത് 7 days മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ നമ്മളിത് ഉണ്ടാക്കാന്ന് പറയുന്ന ആ ഒരു മടി മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് ഇതെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. നിങ്ങൾക്ക് എന്നെ അതിലും സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. സീ യു ഫ്രം പവി. ബൈ ഗൈസ്.